സൈമൺ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതൊരു പൂർണ്ണമായും വെള്ളക്കാരായ അംഗങ്ങളുടെ കമ്മീഷനായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അവലോകനം ചെയ്യുവാനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുവാനും ഇത് ലക്ഷ്യമിട്ടു. ദി സാമൂറിൻസ് ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? KV കൃഷ്ണ അയ്യർ. ചരിത്രകാരനായ ഫൈസൽ ദേവ്ജി ആരെയാണ് ദി ഇമ്പോസിബിൾ ഇന്ത്യൻ എന്ന് വിശേഷിപ്പിച്ചത്? MK ഗാന്ധി. റൂസോയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായവ? 1, 2, 3 എന്നിവ ശരിയാണ്. റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അദ്ദേഹം ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചു. റൂസോ റൊമാന്റിസിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആത്മവിദ്യാ സംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗ്ഭടാനന്ദൻ. അലാസ്ക ഉച്ചകോടി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രംപ് പുടിൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഡ്രെയിനേജ് വിൻഡ് അഥവാ ചരിവിലൂടെ താഴേക്ക് ഒഴുകുന്ന കാറ്റിന് ഒരു ഉദാഹരണം? മിസ്ട്രൽ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അന്തർവേദ ആഗ്നേയശില ഗാബ്രോ, അവസാദ ശില ട്രാവൻടൈൻ, ബഹിർവേദ ആഗ്നേയശില ബസാൾട്ട്, കായാന്തരിക ശില ക്വാർട്ട്സൈറ്റ്. താഴെ പറയുന്നവ യോജിപ്പിക്കുക. ആരവല്ലി നിര, അവശിഷ്ട പർവ്വതങ്ങൾ, ഹിമാലയം, മടക്കുപർവ്വതങ്ങൾ, സത്പുര ബ്ലോക്ക് പർവ്വതം, കിഴക്കൻ ഘാട്ടുകൾ, തുടർച്ചയില്ലാത്ത മലനിര. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് ജോഡിയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി നരിമനം എണ്ണപ്പാടം ആന്ധ്രാപ്രദേശ്. ശരിയായവ നഹർഗട്ടിയ എണ്ണപ്പാടം അസം, ലുനേജ് എണ്ണപ്പാടം ഗുജറാത്ത്, ബസിൻ എണ്ണപ്പാടം മഹാരാഷ്ട്ര. നഹർഗട്ടിയ എണ്ണപ്പാടം അസം, ലുനേജ് എണ്ണപ്പാടം ഗുജറാത്ത്, ബസിൻ എണ്ണപ്പാടം മഹാരാഷ്ട്ര. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി പ്രസ്താവന 1, 3 എന്നിവ ശരിയും 2, 4 എന്നിവ തെറ്റുമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചെന്തുരുളി എന്ന തനത് സസ്യവർഗത്തെ ചെന്തുരുളി വന്യജീവി സങ്കേതം സംരക്ഷിക്കുന്നു. 2024 6ാമത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി ഘടനയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരി? 2, 3 എന്നിവ ശരിയാണ്. അന്തർ സംസ്ഥാന വിതരണങ്ങൾക്ക് ചുമത്തുകയും കേന്ദ്ര സർക്കാർ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്നുള്ള വരുമാനം കേന്ദ്രവും ചരക്ക് സേവനം എത്തിച്ചേരുന്ന സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കിടുന്നു. GSTയിലേക്കുള്ള മാറ്റം മൂലം സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള വരുമാന നഷ്ടം നികത്തുന്നതിനായി 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ സെസ് ഏർപ്പെടുത്തി. ഇന്ത്യയിലെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? 1, 2 എന്നിവ മാത്രം. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി NBFCകൾക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ കഴിയില്ല. NBFCകൾ പേയ്മെന്റ് സെറ്റിൽമെന്റ് സംവിധാനത്തിന്റെ ഭാഗമല്ല. മാത്രമല്ല അവയ്ക്ക് സ്വന്തം പേരിൽ ചെക്കുകൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഈ ചോദ്യത്തിൽ പ്രസ്താവന എന്നും കാരണം എന്നും അടയാളപ്പെടുത്തിയ 2 പ്രസ്താവനകളുണ്ട്. താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്തരം അടയാളപ്പെടുത്തുക. പ്രസ്താവന ഇന്ത്യയിലെ പ്രാദേശിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാൻ ഹരിത വിപ്ലവം കാരണമായി. ഇതിന്റെ പ്രയോജനങ്ങൾ പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കാരണം ഉറപ്പായ ജലസേചന സൗകര്യങ്ങളും ഉയർന്ന മൂലധന നിക്ഷേപവും ആവശ്യമായിരുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും വലിയ ഭൂവുടമസ്ഥതയിലുള്ള പ്രദേശങ്ങളിൽ മാത്രമേ സാമ്പത്തികമായി പ്രയോഗിക്കാമായിരുന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. അസേർഷനും റീസണും ശരിയാണ്. റീസൺ അസേർഷനെ വിശദീകരിക്കുന്നു. ഇന്ത്യൻ കാർഷിക സ്ഥിതിവിവര കണക്കുകളിലെ മൊത്തം വിളഞ്ഞ വിസ്തീർണം എന്ന ആശയം ഒരു വർഷത്തിൽ എത്ര തവണ വിളച്ചാലും വിളകൾ വിതയ്ക്കുന്നു എന്ന ആകെ വിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു പരസ്യ മൂല്യനികുതിയുടെ ഉദാഹരണം? വിൽക്കുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മൂല്യത്തിന്റെ ശതമാനമായി ഈടാക്കുന്ന നികുതി. ഇന്ത്യ സർക്കാർ അടുത്തിടെ ലിഥിയത്തെ ക്രിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽസ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ വർഗീകരണത്തിനുള്ള പ്രാഥമിക സാമ്പത്തിക യുക്തി എന്താണ്?
ബാറ്ററി നിർമ്മാണത്തിൽ ആഭ്യന്തര ഉപയോഗത്തിനായി അതിന്റെ ലേലവും പര്യവേക്ഷണവും സുഗമമാക്കുന്നതിന് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഏതാണ്? ലോക്സഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തപ്പോൾ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഉൾപ്പെടുന്നു? നിയമം, വൈദ്യശാസ്ത്രം, മറ്റ് തൊഴിലുകൾ, വൈദ്യുതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും മൗലിക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ശരിയായവ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്. മൗലിക അവകാശങ്ങൾ പരിധികളില്ലാത്തവയല്ല. സംസ്ഥാന നടപടികൾക്കെതിരായ ഒരു ഉറപ്പാണ് മൗലിക അവകാശങ്ങൾ. ആർ. ബൊമ്മൈ കേസിലെ പ്രധാന വിധി എന്തായിരുന്നു? ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രഖ്യാപനത്തിന്റെ സാധുത കോടതിയുടെ പുനഃപരിശോധനയ്ക്ക് വിധേയമാണ്. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ഏതാണ്? 16-ാം ധനകാര്യ കമ്മീഷൻ. കേരളത്തിന്റെ കെ ഹോംസ് പദ്ധതിക്കായി തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്ന 4 പ്രധാന സ്ഥലങ്ങൾ: കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷന്മാരെ അവരുടെ നിയമന കാലഘട്ടമനുസരിച്ച് ആദ്യത്തേത് മുതൽ ഏറ്റവും പുതിയത് വരെ ശരിയായ ക്രമത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ക്രമീകരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. സുഗതകുമാരി, ഡി. ശ്രീദേവി, എം. കമലം, എം. സി. ജോസഫൈൻ. കെ സ്മാർട്ട് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സേവനമോ മൊഡ്യൂളോ അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? സംസ്ഥാന വൈദ്യുതി ഗ്രിഡിന്റെ കേന്ദ്രീകൃത മാനേജ്മെന്റ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ജി. ശശിധരൻ. പ്രധാന വരുമാന ലൈസൻസിംഗ് പ്രവർത്തനങ്ങൾക്കായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത ഇ-ഗവേണൻസ് സോഫ്റ്റ്വെയർ ഏതാണ്? സഞ്ജയ. ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ഓപ്ഷൻ ബി ആണ് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം വന്ന ആൻസർ. എന്നാൽ റാംസാർ സൈറ്റുകളുടെ എണ്ണം 94 എന്നത് നിലവിൽ ശരിയല്ല. മേ ബി കുറച്ച് മുൻപത്തെ ഡാറ്റ എടുത്തതുകൊണ്ട് വന്ന ക്വസ്റ്റ്യൻ ഇറർ ആയിരിക്കും. കേരളത്തിലെ 3 റാംസാർ സൈറ്റുകളും 2002-ലാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിൽ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 94 ഉയർന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. മധ്യപ്രദേശിലെ തവ റിസർവോയറും ജാർഖണ്ഡിലെ ഉദ്വ തടാക പക്ഷിസങ്കേതവും ഏറ്റവും ഒടുവിലായി പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഇനിപ്പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 2, 4 എന്നിവ ശരിയാണ്. ഇന്ത്യയിലുടനീളം ദുരന്തസാധ്യത കുറയ്ക്കുന്നതിൽ പരിശീലനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ ദുരന്തസാധ്യത കുറയ്ക്കൽ സംയോജിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി UGC, AICTE പോലുള്ളവ സഹകരിക്കാൻ NIDMന്റെ ബാധ്യതയുണ്ട്. 2007-ലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമത്തിന്റെ സവിശേഷതകൾ. ഇനിപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായവ? മുതിർന്ന പൗരന്റെ സ്വത്തിൽ നിന്നും കുട്ടികളോ ബന്ധുക്കളോ കുടിയിറക്കാൻ ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ കഴിയും. 1969-ലെ ഭേദഗതിക്ക് ശേഷം കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഒരു പ്രധാന ഫലം ഇനിപ്പറയുന്നവയിൽ ഏതാണ്? കുടിയാൻ നിർത്തലാക്കുകയും കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഉടമസ്ഥാവകാശം കൈമാറുകയും ചെയ്തു. പ്രസ്താവന: ഒരു സിവിൽ കോടതിയെപ്പോലെ സാക്ഷികളെ വിളിച്ചുവരുത്തുവാനും രേഖകൾ പരിശോധിക്കുവാനും ഹാജരാക്കൽ നിർബന്ധമാക്കുവാനും കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. കാരണം വിവരാവകാശ നിയമം 2005-ലെ സെക്ഷൻ 18 പ്രകാരം പരാതികൾ അന്വേഷിക്കുമ്പോൾ സിവിൽ കോടതിക്കുള്ള അതേ അധികാരങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും നൽകിയിട്ടുണ്ട്. പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു. പ്രസ്താവന: തൊഴിൽ നൽകുക, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് JRYയുടെ ലക്ഷ്യം. കാരണം തൊഴിൽ, ഗ്രാമീണ ആസ്തി വികസനം എന്നിവ JRY ലക്ഷ്യമിടുന്നതായി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. അസേർഷനും റീസണും ശരിയാണ്. റീസൺ അസേർഷനെ ശരിയായിട്ട് വിശദീകരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു പ്രത്യേക വികേന്ദ്രീകരണ സെല്ല് വഴി വികേന്ദ്രീകൃത ആസൂത്രണം ഏകോപിപ്പിക്കുക എന്നത് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്.
ന്യൂറോണുകളിലെ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഡീപോളറൈസേഷൻ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ അയോൺ ഏതാണ്? സോഡിയം. വിശ്രമാവസ്ഥയിലുള്ള ഒരു ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിയുടെ ടൈഡൽ വോളിയത്തിന്റെ സാധാരണ അളവ് എത്ര? 400 മുതൽ 600 ml. ട്രെപ്പോണിയ പല്ലിടം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. സിഫിലിസ്. കേരള സർക്കാർ ആരംഭിച്ച ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പൊതുജനാരോഗ്യ സൗകര്യങ്ങളെ ജനസൗഹൃദ സ്ഥാപനങ്ങളാക്കി മാറ്റുക. ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചുള്ള ഇനിപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ഇൻസുലിൻ പ്രതിരോധം രോഗത്തിന്റെ ഒരു പൊതു സവിശേഷതയാണ്. ദീർഘകാല നിയന്ത്രിക്കാത്ത പ്രമേഹം അന്ധതയിലേക്ക് നയിച്ചേക്കാം. പതിവ് ശാരീരിക പ്രവർത്തനങ്ങളെ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനിപ്പറയുന്ന വിറ്റമിനുകളിൽ ഏതിന്റെ കുറവാണ് രാത്രി അന്ധതയ്ക്ക് കാരണമാകാൻ ഏറ്റവും സാധ്യത? റെറ്റിനോൾ. 2024 ജൂണിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന യോഗങ്ങൾ ഏത് നഗരത്തിലാണ് നടന്നത്? ബോൺ, ജർമ്മനി. വിക്ടർ ആംബ്രോസിനെയും ഗാരി റൂവ്കോനിയെയും 2024 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നൊബേൽ സമ്മാനത്തിന് അർഹരാക്കിയ കണ്ടെത്തൽ ഏതാണ്? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ RNA-യുടെ പങ്ക്. ഒരു പ്രകാശവർഷത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. ശൂന്യതയിലൂടെ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണിത് എന്ന് തെറ്റാണ്. ഒരു ജൂലിയൻ വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഇത് ഏകദേശം 9.46 ട്രില്യൺ കിലോമീറ്ററിന് തുല്യമാണ്. ഇത് ഏകദേശം 5.88 ട്രില്യൺ മൈലിന് തുല്യമാണ്. ഭൂമിയിൽ ഒരാളുടെ ഭാരം 60 ന്യൂട്ടനാണെങ്കിൽ ചന്ദ്രനിൽ അയാളുടെ ഭാരം ഏകദേശം എത്രയായിരിക്കും? 10 ന്യൂട്ടൺ. ക്രമരഹിതമായ ആകൃതിയിലുള്ള ഒരു ഖരലോഹവസ്തുവിന്റെ ഭാരം വായുവിൽ 1.5 ന്യൂട്ടണും വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരം 1 ന്യൂട്ടനുമാണ് എങ്കിൽ ആ ലോഹത്തിന്റെ സാന്ദ്രത എത്രയായിരിക്കും? 3000 kg/m³. ബഹിരാകാശ യാത്രയ്ക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്താണ്? വ്യോമമിത്ര. ഒരു വാതകത്തിന്റെ മർദ്ദം, വ്യാപ്തം, താപനില എന്നിവയെ സൂചിപ്പിക്കുകയാണെങ്കിൽ ബോയിൽ നിയമത്തിന്റെ ശരിയായ പ്രാതിനിധ്യം ഏതാണ്? P∝1/V. സ്ഥിരമായ താപനിലയിൽ. ആധുനിക ആവർത്തന പട്ടികയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഒരു പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും പ്രതിനിധി മൂലകങ്ങളുടെ ആറ്റോമിക ഭാരം കുറയുന്നു. 0.0001 മോളാർ NaOH ലായനിയുടെ pH മൂല്യം എത്രയാണ്? 10. 2025 ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഏതെല്ലാം പത്രങ്ങളിലാണ് കേസരി ബാലകൃഷ്ണപിള്ള ചീഫ് എഡിറ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? സമദർശി, പ്രബോധകൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? മിതവാദി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരെ അവാർഡ് ലഭിച്ചതിന്റെ കാലക്രമമനുസരിച്ച് ക്രമീകരിക്കുക. ഓപ്ഷൻ സി 3 മാത്രം. കോവിലൻ, M. ലീലാവതി, M.K. സാനു. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തിരുവിതാംകൂറും കൊച്ചിയും 1949 ജൂലൈ 1 ലയിച്ചു. വഖഫ് കമ്മിറ്റിയെ നിയമിച്ചു. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകൾ കണ്ടെത്തുക. പാത്തുമ്മയുടെ ആട്, പ്രേമപാത, യാ ഇലാഹി, കഥാബീജം, ബാല്യകാലസഖി, സർപ്പയജ്ഞം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നതിനുള്ള ശരിയായ മാനദണ്ഡം തിരിച്ചറിയുക. ഭാഷയ്ക്ക് മികച്ചതും പുരാതനവുമായ ഒരു സാഹിത്യ പാരമ്പര്യമുണ്ടായിരിക്കണം. ഇത് 1500 മുതൽ 2000 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കണം. ഗ്രന്ഥശാല സംഘത്തിന്റെ ഔദ്യോഗിക മാസിക ഏതാണ്? ഗ്രന്ഥലോകം. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രാഥമിക മെമ്മറി ഡിവൈസിന് ഉദാഹരണം? റാം. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ സംബന്ധിക്കുന്നതും ഡാറ്റ ട്രാൻസ്മിഷനും ഏറ്റവും മികച്ച പാത നിർണ്ണയിക്കുന്നതിനും ഏത് നെറ്റ്വർക്ക് ഡിവൈസാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? റൂട്ടർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും യൂസറിനെയും ഇടയിലുള്ള ഒരു ഇന്റർഫേസായി ഏതുതരം സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചാറ്റ് GPT, മറ്റ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ പോലുള്ള ജനറേറ്റീവ് AI ടൂളുകൾ പ്രധാനമായും ഏത് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്.
ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം 2023 പ്രധാനമായും ലക്ഷ്യമിടുന്നത് വ്യക്തിഗത ഡിജിറ്റൽ ഡാറ്റയും സ്വകാര്യ അവകാശങ്ങളും സംരക്ഷിക്കുക. സെക്ഷൻ 2(j) വിവരാവകാശം എന്നാൽ 2005 വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരാവകാശം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഏതെങ്കിലും പൊതു അധികാരിയുടെ കൈവശമോ നിയന്ത്രണത്തിലോ ആണ്. വിവരാവകാശത്തിന് കീഴിലുള്ള വ്യത്യസ്ത അവകാശങ്ങൾ ഏതൊക്കെയാണ്? ജോലി, ഡോക്യുമെന്റുകൾ, റെക്കോർഡുകൾ എന്നിവ പരിശോധിക്കുവാനുള്ള അവകാശം, രേഖകൾ അല്ലെങ്കിൽ രേഖയുടെ കുറിപ്പുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുവാനുള്ള അവകാശം, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കുവാനുള്ള അവകാശം, ഡിസ്കറ്റുകൾ, ഫ്ലോപ്പികൾ, ടേപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡിലോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിലോ മറ്റേതെങ്കിലും ഉപകരണത്തിലോ സൂക്ഷിക്കുന്ന പ്രിന്റൗട്ടുകൾ വഴിയോ വിവരങ്ങൾ നേടുവാനുള്ള അവകാശം. ഓപ്ഷൻ സി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം 2021 ഡിസംബർ 30 പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്രയാണ്? പ്രതിഫലമായി നൽകിയ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം 50 ലക്ഷം രൂപയിൽ കൂടരുത്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354 പ്രകാരം സ്ത്രീയുടെ മാന്യതയെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ എന്ത് ശിക്ഷയാണ് നൽകുന്നത്? 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ നീളാവുന്നതുമായ ഏതെങ്കിലും തരത്തിലുള്ള തടവും ഒപ്പം പിഴയും. പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച നടപടികൾ കോടതിയുടെ പരിഗണനയിൽ വരുന്ന തീയതി മുതൽ കേസുകൾ തീർപ്പാക്കുന്നതിന് പ്രത്യേക കോടതിക്ക് അനുവദിച്ചിട്ടുള്ള സമയപരിധി എത്രയാണ്? കുറ്റകൃത്യം കോടതിയുടെ പരിഗണനയിൽ വരുന്ന തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കു നേരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ, നിരോധനം, പരിഹാരം നിയമം 2013 പാസാക്കുന്നതിൽ വഴിയൊരുക്കിയത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഏത് സുപ്രധാന വിധിയിലെ മാർഗനിർദ്ദേശങ്ങളാണ്? വിശാഖ വേഴ്സസ് രാജസ്ഥാൻ സംസ്ഥാനം. താഴെ പറയുന്നവയിൽ ശരിയായ പദമേത്? അനുഗ്രഹീതൻ. ശരിയായ വാക്യമേത്? ഓരോ ആളിന്റെയും ഇഷ്ടം നോക്കി ഭക്ഷണമുണ്ടാക്കാൻ പ്രയാസമാണ്. Where there is a will there is a way. പരിഭാഷ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഒറ്റപ്പദം എഴുതുക. അപവാദം പറയുന്നവൻ, പരിവാദകൻ. താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായമേത്? ശിഖി. തന്നിട്ടുള്ള പദത്തിന്റെ വിപരീത പദമേത്? ബന്ധൻ, മുക്തൻ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ചുരുക്കി പറയുക. സമാന പദം കണ്ടെത്തുക. കാറ്റ്, അനിലൻ. ചേർത്തെഴുതുക. അധ പ്ലസ് പതനം, അധപ്പതനം. സ്ത്രീലിംഗ പദമേത്? പ്രഭു, പ്രഭ്വി. ഇതിൽ മാത്സും ഇംഗ്ലീഷും ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മറ്റൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് വഴി ചെയ്യുന്ന ക്രമമെല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എത്രത്തോളം അപ്ലിക്കൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്നൊന്നും അറിയില്ല. കാരണം ഒരു മെയിൻ മോഡൽ നടക്കുന്ന എക്സാം അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ട് ഓഫ് എത്ര വരും എന്നത് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. പക്ഷേ വേക്കൻസീസ് കുറവായതിനാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേക്കൻസീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 55 വരാനാണ് ചാൻസ്. എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ അവരുടെ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഏത് റേഞ്ചിലാണ് ആൾക്കാർ ഈ എക്സാമിൽ സ്കോർ ചെയ്തിട്ടുള്ളത് എന്ന്.